സ്റ്റുഡൻസ്, ഒന്നാം വർഷ സ്മോൾ പൗൾട്രി ഫാർമർ എന്ന കോഴ്സിൽ 2 പാർട്ടുകളുണ്ട് എന്ന് നമുക്ക് അറിയാം. പാർട്ട് എ എംപ്ലോയബിലിറ്റി സ്കില്ലും പാർട്ട് ബി വൊക്കേഷണൽ സ്കില്ലും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൊക്കേഷണൽ സ്കില്ലിൻ്റെ ഒന്നാമത്തെ യൂണിറ്റായ പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ അക്കോമഡേഷൻ ഫോർ പൗൾട്രി ബേർഡ്സ് എന്ന അതിൻ്റെ ആദ്യ സെഷനുകളാണ്. ഒന്നാമത്തെ യൂണിറ്റിൽ 4 ലേണിംഗ് ഔട്ട്കമ്മുകളാണുള്ളത്. അതായത് ആ ഒരു സെഷൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ 4 സെഷനുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ലേണിംഗ് ഔട്ട്കം ആണ് ഡിസ്ക്രൈബ് ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ പൗൾട്രി ഇൻഡസ്ട്രി ആൻഡ് ദ റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ സ്മോൾ പൗൾട്രി ഫാർമർ. പൗൾട്രി ഇൻഡസ്ട്രിയിലെ അവസരങ്ങളും സാധ്യതകളും മനസ്സിലാക്കുകയും പൗൾട്രി ഫാമിങ്ങിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കുക തുടങ്ങിയവയാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സെഷൻ ആയ ഹിസ്റ്ററി ഓഫ് പൗൾട്രി ഫാമിംഗ് നമുക്ക് നോക്കാം. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം 2000 BC മുതൽ തന്നെ കോഴികളെ നമ്മൾ ഇണക്കി വളർത്തുന്നുണ്ട്. കോഴികളുടെ പൂർവികരുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. പണ്ടുണ്ടായിരുന്ന കോഴികളിൽ നിന്നും, അതായത് വൈൽഡ് ആൻസസ്റ്റേഴ്സിൽ നിന്നും ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ കാണുന്ന കോഴികൾക്ക്. അത് എങ്ങനെ ഉണ്ടായതാവാം? മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായി സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്തു. ആവശ്യമുള്ള ക്യാരക്ടർ എന്താണോ അതിനെ മാത്രം സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പുതിയ ജനറേഷനെ ഉൽപ്പാദിപ്പിച്ച, ഇന്ന് കാണുന്ന തരത്തിൽ ഫാസ്റ്റ് ഗ്രോത്ത് റേറ്റുള്ള, വളർച്ചാ നിരക്ക് കൂടിയ, മുട്ട ഉൽപ്പാദനം കൂടിയ, സൈസിലും ഷേപ്പിലും വ്യത്യാസമുള്ള, തുവല് കളർ വ്യത്യാസങ്ങളുള്ള, നമ്മളുമായിട്ട് ഇണങ്ങി വളരുന്ന കോഴികളെ കാലാകാലങ്ങളിലുള്ള സെലക്ഷൻ വഴി തിരഞ്ഞെടുത്തവയാണ്. അതുകൊണ്ട് തന്നെ മോഡേൺ ബ്രീഡ്സിന്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന കോഴികൾക്ക് ഫാസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉണ്ട്, എഗ് ലേയിങ് എബിലിറ്റി കൂടുതലാണ്, അവയുടെ കൺഫർമേഷൻ വൈൽഡ് ആൻസസ്റ്റേഴ്സിൽ നിന്നും വളരെ വ്യത്യാസമാണ്, പ്ലുമേജ് പാറ്റേൺ വ്യത്യാസമാണ്. പ്ലുമേജ് പാറ്റേൺ എന്ന് പറയുന്നത് ഫെദറിൻ്റെ പാറ്റേൺ, തൂവലിൻ്റെ പാറ്റേൺ. ഡൊസൈലാണ്, അവ വൈൽഡ് ആൻസസ്റ്റേഴ്സിനേക്കാൾ ഇണങ്ങി വളർത്തുന്ന അല്ലെങ്കിൽ ഇണങ്ങി നിൽക്കുന്ന കോഴികളാണ്. ഇന്ത്യയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം 5000 വർഷത്തോളം പഴക്കമുണ്ട് കോഴികളെ ഇണക്കി വളർത്തുന്നതുമായിട്ട്. ഒരു കാർഷിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഫാമിംഗ് സിസ്റ്റം രീതിയിൽ കോഴി വളർത്തൽ 300 BC മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന കോഴികളുടെ പൂർവികർ എന്ന് നമ്മൾ പറയുന്നത് കാട്ടുകോഴികളാണ്, റെഡ് ജംഗിൾ ഫൗൾ. ഇതിൻ്റെ ജന്മനാട് ഇന്ത്യയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ് ഇതിൻ്റെ ആൻസസ്റ്റേഴ്സിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന സയൻറ്റിഫിക് നെയിം ഗാലസ് ആണ്. അപ്പോൾ റെഡ് ജംഗിൾ ഫൗളാണ് ഇന്ന് കാണുന്ന കോഴികളുടെ പൂർവികർ. അവരുടെ ഹോം ലാൻഡ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ പൗൾട്രി ഫാം തുടങ്ങുന്നത് 19ാം നൂറ്റാണ്ടിന് ശേഷമാണ്. 1960-ലൊക്കെയാണ് ബാക്ക്യാർഡ് പൗൾട്രി റെയറിങ് തുടങ്ങുന്നത്. അതായത് വീട്ടുവളപ്പിലെ കോഴി വളർത്തൽ കൂടുതൽ പ്രചാരം നേടുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. 1970-കളിലാണ് ബ്രോയിലർ ഫാമിംഗ്, അതായത് ഇറച്ചിക്കോഴി വളർത്തൽ തുടങ്ങുന്നത്. B.V. Rao is considered as the father of Indian poultry industry. ഇന്ത്യൻ പൗൾട്രി വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് B.V. റാവു ആണ്. ഇദ്ദേഹം നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ സ്ഥാപകനും ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 80% ഗ്രാമീണരും
കോഴി വളർത്തലിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2017 കണക്കനുസരിച്ച് ആഗോള ഇറച്ചി ഉൽപ്പാദനത്തിൽ 37% ഇറച്ചിയും കോഴികളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വീട്ടുവളപ്പിലെ കോഴി വളർത്തലായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. അതിൽ നിന്നും ഇന്ന് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് മാറാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. 2ാം പഞ്ചവത്സര പദ്ധതികൾ മുതൽ തന്നെ കോഴി വളർത്തലിന് പ്രാധാന്യം നൽകുന്ന തരത്തിൽ ഫണ്ടുകളും പ്രോജക്റ്റുകളും ഗവൺമെൻറ് അനുവദിക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം ചില പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വൻതോതിൽ മുതൽമുടക്ക് നടത്തുകയും ചെയ്തതോടെ കോഴി വളർത്തലിൻ്റെ ബ്രീഡിംഗ്, ഹാച്ചിങ്, റെയറിംഗ്, പ്രോസസ്സിംഗ് ഒക്കെ മറ്റ് വികസിത രാജ്യങ്ങളുമായി കിടപിടിക്കുന്ന തരത്തിൽ എത്തിക്കാൻ ആയിട്ടുണ്ട്. ഗ്രോത്ത് ഓഫ് പൗൾട്രി ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോഴി വളർത്തൽ വ്യവസായത്തിൻ്റെ വളർച്ച നോക്കുകയാണെങ്കിൽ മുഖ്യ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ടേബിൾ എഗ്സും ബ്രോയിലർ മീറ്റുമാണ്. അതായത് ആഹാരത്തിന് ഉപയോഗിക്കുന്ന മുട്ടയും ഇറച്ചിയും ആണ് മുഖ്യ ഉൽപ്പന്നങ്ങൾ, മേജർ എൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. 2017-18 എക്സ്പോർട്ടിൻ്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മൊത്തം എക്സ്പോർട്ട് വാല്യൂ, അതായത് ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സിൻ്റെയും ഉൾപ്പെടെ ഉള്ള കണക്കാണ് പറയുന്നത്, 457.76 ബില്യൺ ആണ്. അഗ്രികൾച്ചറിനെ നോക്കുമ്പോൾ, അതായത് കൃഷി സംബന്ധമായ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വർഷം 2 മുതൽ 2.5% വളർച്ചാ നിരക്കാണ് കാർഷിക വൃത്തി രേഖപ്പെടുത്തുന്നതെങ്കിൽ മുട്ട ഉൽപ്പാദനം 8 മുതൽ 10% വരെ പ്രതിവർഷ വർധനവ് കാണിക്കുന്നുണ്ട്. ഇറച്ചി ഉൽപ്പാദനമാകട്ടെ 13 മുതൽ 15% വാർഷിക വർധനവ് കാണിക്കുന്നു. ഒരു കണക്ക് പറയുന്നത് ഒരു 1000 ഇറച്ചി കോഴികൾക്ക് 15 മനുഷ്യരുടെ അധ്വാന ശേഷി ഒരു ആഴ്ച വേണം എന്നാണ് പറയുന്നത്. അതായത് എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ നന്നായിട്ടുള്ള ഒരു സെക്ടറാണ് പൗൾട്രി സെക്ടർ എന്ന് പറയുന്നത്. ആഗോള മുട്ട ഉൽപ്പാദനത്തിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മേഖലയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4 മടങ്ങ് വർധനവാണ് കാണിക്കുന്നത്. ആഗോള മുട്ട ഉൽപ്പാദനത്തിൻ്റെ 60%-ലധികം ഉൽപ്പാദനം നടത്തുന്നത് ഏഷ്യൻ മേഖലയിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൗൾട്രി മീറ്റ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് USA ആണ്. വേൾഡ്സ് ലാർജസ്റ്റ് പൗൾട്രി മീറ്റ് പ്രൊഡ്യൂസർ, കോഴി ഇറച്ചി ഉൽപ്പാദകർ USA ആണ്. ആഗോള ഉൽപ്പാദനത്തിൻ്റെ 18% USA നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. 2ാം സ്ഥാനത്ത് ബ്രസീലും 3ാം സ്ഥാനത്ത് ചൈനയും 4ാം സ്ഥാനത്ത് ഇന്ത്യയും കാണുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദക രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ആഗോള ഉൽപ്പാദനത്തിൻ്റെ 42% ചൈനയിൽ നിന്നും കിട്ടുന്നു. 2ാം സ്ഥാനത്ത് USAയും 3ാം സ്ഥാനത്ത് ഇന്ത്യയും നിൽക്കുന്നു. അതായത് ലോക റാങ്കിംഗ് നോക്കുകയാണെങ്കിൽ കോഴി ഇറച്ചി ഉൽപ്പാദനത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്തും കോഴി ഉൽപ്പാദനത്തിൽ 5ാം സ്ഥാനത്തും മുട്ട ഉൽപ്പാദനത്തിൽ 3ാം സ്ഥാനത്തും നിൽക്കുന്നു. അതായത് ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് എഗ് പ്രൊഡ്യൂസിംഗ് റീജിയൻ. World's largest poultry meat producer is USA. The world's largest egg producer is China.
India stands 6th position among world's poultry meat production, 5th position in poultry production, 3rd position in egg production. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറച്ചി ഉൽപ്പാദന മേഖല മനുഷ്യർക്ക് ആവശ്യമായ ഇറച്ചിയും ഉപോൽപ്പന്നങ്ങളും മാത്രമല്ല നൽകുന്നത്, സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് ഒരു സുസ്ഥിരമായ വരുമാനവും ജീവിത മാർഗവും നൽകുന്നു. ഭാരത സർക്കാർ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ടിന് കീഴിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, APEDA. 1985 ഡിസംബറിൽ പാർലമെൻറ്റ് പാസാക്കിയ നിയമത്തിന് കീഴിൽ വരുന്നതാണ് ഇത്. ഇതിൻ്റെ ചുമതലകളെന്ന് പറയുന്നത് എക്സ്പോർട്ട് പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഷെഡ്യൂൾഡ് പ്രോഡക്ട്സ്, അതായത് ചില പ്രോഡക്ട്സുകളെ ലിസ്റ്റ് ചെയ്യുകയും അവയുടെ ഉൽപ്പാദനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് APEDയുടെ ചുമതല. അതിൽ വരുന്ന ചില പ്രോഡക്ട്സാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ദെയർ പ്രോഡക്ട്സ്, പഴങ്ങളും പച്ചക്കറികളും അവയുടെ ഉൽപ്പന്നങ്ങളും, മീറ്റ് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ്, ഇറച്ചിയും ഇറച്ചി ഉൽപ്പന്നങ്ങളും, പൗൾട്രി ആൻഡ് പൗൾട്രി പ്രോഡക്ട്സ്, കോഴിയും കോഴി ഉൽപ്പന്നങ്ങളും, ഡയറി പ്രോഡക്ട്സ്, ക്ഷീര ഉൽപ്പന്നങ്ങളും. ഇത് കൂടാതെ മറ്റു പല പ്രോഡക്ട്സും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ സെഷനായ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്കോപ്പ് ഇൻ പൗൾട്രി ഇൻഡസ്ട്രി എന്ന പോർഷനിലേക്ക് പോവുകയാണ്. സ്കോപ്സ് ഇൻ പൗൾട്രി ഇൻഡസ്ട്രി, കോഴി വളർത്തൽ ഒരു വ്യവസായമായി വരുന്നത് കൊണ്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഇറ്റ് പ്രൊവൈഡ്സ് എ ചീപ്പ് സോഴ്സ് ഓഫ് അനിമൽ പ്രോട്ടീൻ. നമുക്കറിയാം, കോഴിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ലഭ്യമാകുന്ന ജന്തുജന്യ മാംസ്യ സ്രോതസ്സുകളാണ്. രണ്ടാമത് പറയുന്നത്, ഒരു തദ്ദേശീയമായ കോഴികളെ വളർത്തുന്നതിനേക്കാൾ സങ്കര ഇനം കോഴികളെ വളർത്തുകയാണെങ്കിൽ അവയ്ക്ക് കൂടുതൽ വളർച്ചാ നിരക്കുണ്ട്, ജീവനക്ഷമതയുണ്ട്, കൊടുക്കുന്ന ആഹാരത്തിനനുസരിച്ച് അവ തിരിച്ച് നമുക്ക് ഇറച്ചിയായിട്ടോ മുട്ടയായിട്ടോ തരാനുള്ള കഴിവുണ്ട്. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ലാഭവും കിട്ടുന്നുണ്ട്. നമുക്ക് കൂടുതൽ ക്വാളിറ്റിയുള്ള ചിക്സിനെയും ഉപകരണങ്ങളും വാക്സിൻസും മെഡിസിൻസും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സാങ്കേതികമായും തൊഴിൽപരമായും നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ആൾക്കാർ ഉണ്ട്. നമ്മുടെ പരിപാലന മാർഗങ്ങൾ മെച്ചപ്പെട്ടതുകൊണ്ട് തന്നെ അസുഖങ്ങളും മരണനിരക്കും കുറയ്ക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന് സ്വകാര്യ സ്ഥാപനങ്ങളും ചെറിയ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളും നല്ല ക്വാളിറ്റിയുള്ള ചിക്സിനെ സപ്ലൈ ചെയ്യുന്നതുമൊക്കെ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. അതിനോടൊപ്പം കോഴികൾക്ക് ആവശ്യമായ നല്ല തീറ്റ, അവയ്ക്കാവശ്യമായ ഉപകരണങ്ങൾ, ഇവയെ പ്രോസസ്സ് ചെയ്യുന്ന പ്രോസസ്സിംഗ് സെക്ടേഴ്സ് ഒക്കെ ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പൗൾട്രി ഇൻഡസ്ട്രി നേരിട്ടും അല്ലാതെയും വൻതോതിൽ തൊഴിൽ സാധ്യതകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഏകദേശം 3 മില്യൺ ആൾക്കാർക്ക് തൊഴിൽ നൽകാനുള്ള സാധ്യതകൾ ഉണ്ട്. മിഡിൽ ഈസ്റ്റ്, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമുക്ക് ഷെല്ലെക്സും എഗ് പ്രോഡക്ട്സും, അതായത് പാല് പാസ്ചറൈസ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് പോലെ മുട്ട തോടോടുകൂടി പാസ്ചറൈസ് ചെയ്യുകയോ
മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ മുഴുവൻ എഗ്ഗ്, മറ്റ് മുട്ട ഉൽപ്പന്നങ്ങൾ, നമുക്ക് പാസ്ചറൈസ് ചെയ്യുകയോ സംസ്കരിച്ച മുട്ട ഉൽപ്പന്നങ്ങളോ കയറ്റി അയക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് നമുക്ക് കിട്ടുന്നത്. Shell eggs and egg products like pasteurized and processed liquid eggs have good markets in many countries. അടുത്തത് കൊമേഴ്ഷ്യൽ ബ്രോയിലർ ചിക്സ് നമുക്ക് ഒരു സാധ്യതയാണ്. കാരണം 1970 ശേഷമാണ് കൊമേഴ്ഷ്യൽ ബ്രോയിലർ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അന്ന് 60 ദിവസത്തിലധികം എടുക്കുമായിരുന്നു നല്ല സോഫ്റ്റ് മീറ്റോട് കൂടിയ ഇറച്ചി കിട്ടാൻ, അല്ലെങ്കിൽ ഒരു 1.5-2 കിലോഗ്രാം വെയിറ്റ് വയ്ക്കാൻ. ഇന്ന് 40 ദിവസത്തിൽ താഴെ പ്രായമുള്ള കോഴികൾക്ക് 1.5 മുതൽ 2 കിലോഗ്രാം വെയിറ്റ് ഉണ്ടാവുന്നു. അത് നമ്മൾ അതിൻ്റെ ജനിതകപരമായ സെലക്ഷൻ നടത്തുകയും പോഷകാഹാരം നല്ല തോതിൽ കൊടുക്കുക, അവയുടെ പരിപാലന മാർഗങ്ങളിൽ മെച്ചപ്പെടുത്തലുണ്ടാക്കുക, ഹാച്ചറി മാനേജ്മെൻറ്റ്, വിരിഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെയുള്ള പരിപാലനം, അവയുടെ ഹൗസിങ്, അവരുടെ ആരോഗ്യ പരിപാലനം, ഇതെല്ലാം മെച്ചപ്പെടുത്തിയത് കൊണ്ടുണ്ടായ നേട്ടങ്ങളാണ്. 40 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് തിരിച്ചു കിട്ടുന്നു, അതും ഒരു സാധ്യതയാണ്. ഇനി പറയുന്നത് കോൺട്രാക്റ്റ് ഫാമിംഗ്. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും, ഒരു ഷെഡ് വച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പലരും കോഴികളെയും തീറ്റ, അവയ്ക്ക് ആവശ്യമായ മരുന്നുകൾ സപ്ലൈ ചെയ്യും. അവ മുട്ട ഉൽപ്പാദനമാണെങ്കിൽ മുട്ട ഉൽപ്പാദനം, ഇറച്ചിയാണെങ്കിൽ ഇറച്ചി. അത് ഇറച്ചിക്കാണെങ്കിൽ അതിൻ്റെ സമയമാകുമ്പോൾ, അതായത് അതിൻ്റെ മെച്യൂരിറ്റി ആകുമ്പോൾ തിരിച്ച് ആ കമ്പനി തന്നെ വാങ്ങുകയും കർഷകർക്ക് ആവശ്യമായ അല്ലെങ്കിൽ അതിൻ്റെ വില നൽകുകയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് കർഷകർക്ക് അത് ലാഭകരമായ ഒരു മേഖലയായി മാറുന്നു. കുറച്ച് നാളുകൊണ്ട് ഇന്ത്യയിൽ പ്രചാരം നേടിയ ഒരു ഫാമിംഗ് രീതിയാണ് കോൺട്രാക്റ്റ് ഫാമിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ബ്രോയിലർ ഫാമിങ്ങിലാണ് ഇത് പ്രചാരം നേടിയത്. അപ്പോൾ കോൺട്രാക്റ്റ് ഫാമിംഗ് ഈസ് എ ഫാമിംഗ് പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യ by farmers with small land holding in broiler farming for a company. Poultry, feed and medicines are provided by the company and the products are taken by the company itself. ക്ലസ്റ്റർ ഫാമിംഗ് എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ്. 8 മുതൽ 10 കർഷകർ ഒരുമിച്ച് ചേർന്ന് 500 മുതൽ 1000 പക്ഷികളെ വില കുറഞ്ഞ രീതിയിൽ, ചെലവ് കുറഞ്ഞ രീതിയിൽ വളർത്തുന്നതിനെയാണ് ക്ലസ്റ്റർ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതും ബ്രോയിലർ ഫാമിങ്ങിനാണ് ചെയ്യുന്നത്. കോൺട്രാക്റ്റ് ഫാമിങ്ങും ക്ലസ്റ്റർ ഫാമിങ്ങും ഓൾ ഇൻ ഓൾ ഔട്ട് ബേസിസിലാണ് ചെയ്യുന്നത്. അതായത് ഒരു പ്രാവശ്യം കൊണ്ടുവരുന്ന കോഴികളെ വളർത്തുകയും അവ വളർച്ച പൂർത്തിയാക്കുന്നതനുസരിച്ച് മുഴുവനായി തിരിച്ച് കമ്പനിക്ക് കൊടുക്കുക അല്ലെങ്കിൽ വിൽക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓൾ ഇൻ ഓൾ ഔട്ട് ബേസിസ് എന്ന് പറയുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതിനെ ബാച്ച് ബേസിസ് എന്ന് പറയും. അപ്പോൾ കോൺട്രാക്റ്റ് ഫാമിങ്ങും ക്ലസ്റ്റർ ഫാമിങ്ങും ഓൾ ഇൻ ഓൾ ഔട്ട് ബേസിസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കോപ്പ് ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. ഒന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് എ ചീപ്പ് സോഴ്സ് ഓഫ് അനിമൽ പ്രോട്ടീൻ. 2, റെയറിംഗ് ഓഫ് ഹൈബ്രിഡ്സ് എൻഷുവേഴ്സ് faster growth, good livability, excellent feed conversion and high profits to the farmer. Shell eggs and egg products like pasteurized and processed liquid eggs have good markets in many countries.
High quality chicks, equipments, vaccines, medicines are available. Direct and indirect employment potential. Commercial broiler chicks are ready in 45 to 60 days. Contract farming is practiced in broiler farming. Cluster farming can also be practiced in broiler farming. അടുത്തത് ഓപ്പർച്യൂണിറ്റീസ് ഇൻ പൗൾട്രി ഇൻഡസ്ട്രി ആണ്. അവസരങ്ങൾ എന്തൊക്കെയാണ്? കോഴി വളർത്തൽ വ്യവസായത്തിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയ ഉപഭോക്തൃ വിപണി ലഭ്യമാണ്. ഇന്ത്യ ഹാസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് കൺസ്യൂമർ മാർക്കറ്റ്സ്. അടുത്തത് ഹൈലി സ്കിൽഡ് മാൻ പവർ പൂൾ, അതായത് തൊഴിൽ നൈപുണ്യമുള്ള മനുഷ്യ വിഭവശേഷിയുടെ വലിയ ഒരു സ്രോതസ് നമുക്കുണ്ട്. ഇന്ത്യ 2018 കണക്കനുസരിച്ച് 4.06 മില്യൺ ടൺ കോഴിയിറച്ചിയും 95 ബില്യൺ മുട്ടയും ഉൽപ്പാദിപ്പിച്ചു. എന്നാൽ പോലും നമ്മുടെ ആവശ്യം നമുക്ക് നിറവേറ്റാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ട് നമുക്ക് വിപണി ലഭ്യമാണ്, അത് ഉപയോഗിക്കാൻ പറ്റും. India produces around 4.06 million ton of poultry meat and 95 billion eggs annually as per 2018 statistics. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൗൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രിയാണ്. എന്താണ് വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? കോഴി ഉൽപ്പാദനം മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, അത് മുട്ടയോ ഇറച്ചിയോ ആയിട്ട് മാത്രമല്ല നമ്മൾ വിൽക്കുന്നത്. വിപണിയിൽ നമുക്ക് ഉപ ഉൽപ്പന്നങ്ങളായിട്ടും വിൽക്കാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് വിദേശത്തോട്ട് കയറ്റി അയക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് അവയുടെ ഉൽപ്പാദനം മാത്രമല്ല, അവയുടെ സംസ്കരണം, വിപണനം ഒക്കെ നമുക്ക് സാധ്യമാണ്. ഒരു ഓർഗനൈസ്ഡ് മാനറിൽ അത് കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആധുനിക രീതിയിലുള്ള അറവുശാലകൾ തുടങ്ങാനും അതിലൂടെ സുരക്ഷിതവും ആരോഗ്യകരവുമായ ഇറച്ചി ഉപഭോക്താക്കളിൽ എത്തിക്കാനും സാധിക്കും. ഇപ്പോൾ മോഡേണൈസേഷൻ ഓഫ് മുനിസിപ്പൽ അബറ്റേഴ്സ് ടു പ്രൊവൈഡ് സേഫ് ആൻഡ് ഹൈജീനിക് മീറ്റ് ടു കൺസ്യൂമേഴ്സ്, അതും നമുക്കൊരു അവസരം ആണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു കാര്യം കൂടെയാണ് ഫാം ഓട്ടോമേഷൻ, അബറ്റേഴ്സ്, ലോജിസ്റ്റിക്സ്, പ്രോസസ്സിംഗ് ആൻഡ് പോയിന്റ് ഓഫ് സെയിൽ, കോൾഡ് സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഫാമുകൾ യന്ത്രവൽക്കരിക്കുക, അബറ്റേഴ്സ് അറവുശാലകൾ ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിക്കുക, ലോജിസ്റ്റിക്സ് അതായത് ഉൽപാദന വിപണന ശൃംഖലകൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുക, സംസ്കരണം നല്ല രീതിയിൽ നടത്തുക, അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, വിപണനം വരെ കോൾഡ് സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് അവസരങ്ങൾ ആണ്. ഇന്ത്യയുടെ കൺസ്യൂമേഴ്സിനെ നോക്കുകയാണെങ്കിൽ മുൻപത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ നല്ല വൃത്തിയുള്ള, സുരക്ഷിതമായ, ആരോഗ്യകരമായ ഇറച്ചി ഉൽപ്പന്നങ്ങളുമാണ് ഉപഭോക്താക്കൾ മുൻഗണന നൽകുന്നത്. അപ്പം അത് ഒരു അവസരമായി കണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറച്ചിയും മുട്ടയും അല്ലെങ്കിൽ കോഴിയെ ലൈവായിട്ട് വിൽക്കുന്നതിൽ നിന്ന് ഒരു ഉൽപ്പന്നമാക്കി മാറ്റുകയോ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചെയ്യുകയോ ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ന്യൂ പ്രോഡക്ട്സ്
value added products like frozen or chilled products, Indian ethnic products or snacks also gives an opportunity. അപ്പം അതൊരു ഫ്രോസൺ പ്രോഡക്റ്റ് ആവാം, ചിൽഡ് പ്രോഡക്റ്റ് ആവാം, സാധാരണ ഉള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാവാം, സ്നാക്സ് ആവാം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് തരും. എഗ് പൗഡർ പ്ലാന്റ്സ്, ന്യൂ ഫീഡ് ഫോർമുലേഷൻ ആൻഡ് മാനുഫാക്ചറിങ്, ഹാച്ചറീസ് എല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ്. എഗ് പൗഡർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിൽക്ക് പൗഡറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഗ് പൗഡേഴ്സ്, അത് മുട്ടയുടെ വെള്ളം മാത്രമാവാം, മഞ്ഞ ആവാം, ഹോൾ എഗ് ആവാം. അതിൻ്റെ പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകൾ നമുക്ക് നിർമ്മിക്കാം. പുതിയ തീറ്റ രീതികളും തീറ്റ ഉൽപ്പാദനം, ഹാച്ചറീസ്, വിരിഞ്ഞു വരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പാർപ്പിക്കാനുള്ളതും അല്ലെങ്കിൽ ഇൻക്യുബേഷനുള്ള, മുട്ട വിരിയിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം ഓരോ അവസരങ്ങൾ ആണ്. അതിനോടൊപ്പം നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല നമുക്ക് വിപണി കണ്ടെത്താൻ കഴിയുന്നത്, വിദേശ രാജ്യങ്ങൾ അവരുടെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് വലിയൊരു വിപണി തുറന്നു കിട്ടും. അപ്പോൾ എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, മീറ്റ്, എഗ് എക്സെട്ര, ഇറച്ചി, മുട്ട, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഇവയുടെ കയറ്റുമതി ഒരു സാധ്യത ആണ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പൗൾട്രി ഇൻഡസ്ട്രി, കോഴി വളർത്തൽ വ്യവസായത്തിൻ്റെ സാമ്പത്തിക പ്രാധാന്യം നമുക്ക് നോക്കാം. ചിക്കൻ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഡൊമസ്റ്റിക്കേറ്റഡ് പൗൾട്രി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പൗൾട്രി വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോഴികളെയാണ്. മൊത്തം പൗൾട്രി ഉൽപ്പാദനത്തിൻ്റെ 90% കോഴികളിൽ നിന്നാണ് കിട്ടുന്നത്. പഞ്ചവത്സര പദ്ധതികളിലാണെങ്കിലും മറ്റ് ഗവേഷണ വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും കോഴികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചിക്കൻ ഇൻഡസ്ട്രി വളരെ പെട്ടെന്ന് വളർച്ച നേടുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു വളർച്ചാ നിരക്കും കാണിക്കുന്നുണ്ട്. താറാവ് തീരപ്രദേശത്തും നദികളും കുളങ്ങളും കായലുകളും ഒക്കെ ഉള്ള വെസ്റ്റ് ബംഗാൾ, ഒറീസ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരള, ആസാം, ജമ്മു കാശ്മീർ പോലുള്ള സംസ്ഥാനങ്ങളിലുമാണ് കാണുന്നത്. താറാവ് വളർത്തൽ ഇപ്പോഴും അതിൻ്റെ ശൈശവ ദശകളിലാണ് എന്ന് നമുക്ക് പറയാം. വിദേശ ജനുസുകളേക്കാൾ തദ്ദേശീയമായ ജനുസുകളാണ് അവയുടെ ഉൽപ്പാദനം കുറവാണെങ്കിലും ഇപ്പോഴും കർഷകർ ഉപയോഗിക്കുന്നത്. ലോകത്തിൽ 8ാം സ്ഥാനത്താണ് താറാവ് വളർത്തലിൽ ഇന്ത്യ നിൽക്കുന്നത്. ജാപ്പനീസ് ക്വെയിൽ, അതായത് കാട, ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറച്ചി കാടക്കോഴികളെ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ തീറ്റ പരിവർത്തന ശേഷിയുള്ള, കുറഞ്ഞ പരിപാലന ചെലവുകൾ വേണ്ടി വരുന്ന ഇതായതുകൊണ്ട് തന്നെ അവ ഇപ്പോൾ കൂടുതൽ പോപ്പുലർ ആകുന്നുണ്ട്. ടർക്കി, ഗിനി ഫൗൾ, ഗൂസ്, അതായത് ടർക്കി കോഴികളും ഗിനി കോഴികളും വാത്തയും ഇപ്പോഴും ഒരു ഫാമിംഗ് രീതിയിലോട്ട് ഇന്ത്യയിൽ വന്നിട്ടില്ല. എമു ഓസ്ട്രിച്ച് ഫാമിംഗ് അടുത്ത കാലത്ത് പ്രചാരം നേടിയിട്ടുണ്ട്. അവയുടെ സ്കിൻ പല ഉപകരണങ്ങൾ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. തൂവലുകൾ ഓർണമെൻ്റൽ പർപ്പസിന്, അതായത് അലങ്കാര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. അവയിൽ നിന്ന് കിട്ടുന്ന ഓയിൽ നല്ല മെഡിസിനൽ വാല്യൂ ഉണ്ട്.
കണ്ണിലെ കോർണിയ സർജിക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ ഉപയോഗിക്കുന്നുണ്ട്. നാടൻ കോഴികളേക്കാൾ സങ്കരയിനം കോഴികൾ ഇപ്പോൾ 310 മുട്ടകൾ വരെ ഒരു വർഷം തരുന്നുണ്ട്. നാടൻ കോഴികൾ 60 മുതൽ 80 മുട്ട ഒരു വർഷം തരുന്ന സ്ഥാനത്താണ് 310 മുട്ട നമുക്ക് കിട്ടുന്നത്. ബ്രോയിലേഴ്സും 1.8 മുതൽ 2 കിലോഗ്രാം ശരാശരി തൂക്കം 5 ആഴ്ച കൊണ്ട് വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം പൗൾട്രി ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയസ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് പൗൾട്രി ഫാമിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കോഴി വളർത്തൽ വ്യവസായം വളർച്ച നേടാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈലി പ്രൊലിഫിക് ഇൻ നേച്ചർ, അതായത് ഒരു കോഴി വർഷത്തിൽ ശരാശരി 250 മുട്ട വരെ ഉൽപ്പാദിപ്പിക്കുന്നു. സങ്കരയിനം വർഗ്ഗങ്ങളാണ് എങ്കിലാണ് നമുക്ക് ഇത്രയും മുട്ട കിട്ടുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ജനറേഷൻ ഇൻ്റർവെൽ, മറ്റ് കന്നുകാലികളെ വെച്ച് നോക്കുമ്പോൾ 5 മുതൽ 6 മാസം പ്രായമാകുമ്പോൾ തന്നെ മുട്ട ഉൽപ്പാദനം തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ട വിരിയിക്കാൻ കുറച്ച് ദിവസം മതി. ഇറ്റ് ഈസ് അഡാപ്റ്റബിൾ ടു വേരിയസ് അഗ്രോ-ക്ലൈമാറ്റിക് കണ്ടീഷൻ. വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയിൽ അതിന് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ 0 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ടെമ്പറേച്ചറിൽ കംഫർട്ടായിട്ട് വളരാൻ പറ്റുന്നുണ്ട്. ലെസർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കുറഞ്ഞ മുതൽ മുടക്ക് ആവശ്യമുള്ളൂ. ഹൈ ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന പോഷക അളവ്. മുട്ട നോക്കുകയാണെങ്കിൽ അതിൽ ആവശ്യമായ മിനറൽസും വൈറ്റമിൻസും അമിനോ ആസിഡ്സും ഒക്കെ ഉണ്ട്. ബയോളജിക്കൽ വാല്യൂ ഏറ്റവും കൂടുതലാണ്. എളുപ്പം ദഹിക്കുന്നതാണ്. 100% ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യാവുന്ന ന്യൂട്രിയൻസാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഹൈ ഡ്രസ്സിങ് പെർസെൻറ്റേജ്, അതായത് ഒരു ലൈവ് കോഴിയെ നമ്മൾ കൊന്ന് ഇറച്ചിയാക്കി മാറ്റുമ്പോൾ 72 മുതൽ 75% ഈൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേസമയം മറ്റ് കന്നുകാലികളെ നോക്കുമ്പോൾ അത് 50 മുതൽ 55% ക്യാറ്റിലിന്. പിഗിന് 68 to 72% ഷീപ്പും ഗോട്ടും നോക്കുമ്പോൾ അത് 40 to 48% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉയർന്ന ഡ്രസ്സിങ് പെർസെൻറ്റേജ് ഉണ്ട്. കോഴി മുട്ടയും ഇറച്ചിയും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. മതപരമായ വിലക്കുകളൊന്നും കൂടാതെ, അതായത് റിലീജിയസ് ടാബൂസ് ഒന്നും കൂടാതെ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് കോഴിമുട്ടയും ഇറച്ചിയും. നമ്മൾ ചിക്കനെ കുറിച്ച് പറയുന്നത് ദേ ആർ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് കൺവേർട്ടർ ഓഫ് ഫീഡ് ഇൻ ടു മീറ്റ് ആൻഡ് എഗ്. അവർ ഉയർന്ന തീറ്റ പരിവർത്തന ശേഷി ഉള്ള ഒരു കൂട്ടം ജീവികളാണ് കോഴികളെന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം 1.6 കിലോഗ്രാം ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ 1 കിലോഗ്രാം ഇറച്ചിയായി തിരിച്ച് നമുക്ക് തരാനുള്ള ശേഷിയുണ്ട്. അങ്ങനെയാണ് ഫീഡ് കൺവേർഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ എത്ര തീറ്റ കൊടുക്കുന്നു അതിൽ എത്ര തിരിച്ച് മുട്ടയായിട്ടും ഇറച്ചിയായിട്ടും നമുക്ക് കിട്ടുന്നു എന്നുള്ളതിനെയാണ് ഫീഡ് കൺവേർഷൻ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 കിലോഗ്രാം ഫീഡ് കൊടുത്താൽ 1 കിലോഗ്രാം മുട്ടയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ഓഫ് പൗൾട്രി ഫാമിംഗ് ഇൻ ഇന്ത്യ പറയുന്നത്. Conduct a survey in your locality and collect data regarding backyard poultry rearing and identify the opportunities in poultry industry. Hence, you can collect data on breeds reared, number of birds reared, feed given, production capacity,
പർപ്പസ് ഓഫ് റെയറിംഗ്, ഫീഡ് കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, പ്രോഫിറ്റ് ഓർ ലോസ്, മാർക്കറ്റിംഗ്, ഡിസീസ് ഔട്ട്ബ്രേക്സ്, പ്രോബ്ലംസ് ഫേസ്ഡ്, എക്സെട്ര. അതായത് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ വീടിന് ചുറ്റുവട്ടത്തും വീട്ടുവളപ്പിലെ കോഴി വളർത്തലിനെ കുറിച്ച് ഒരു സർവേ നടത്തുക. അതുവഴി പൗൾട്രി ഇൻഡസ്ട്രിയുടെ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാം. നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്ന ഡേറ്റ, ഏതൊക്കെ ബ്രീഡ്സാണ് വളർത്തുന്നത്, എത്ര എണ്ണം വളർത്തുന്നുണ്ട്, എന്തൊക്കെ തീറ്റയാണ് കൊടുക്കുന്നത്, അവയുടെ ഉൽപ്പാദനക്ഷമത എത്രയാണ്, അതായത് മുട്ട ഉൽപ്പാദനമാണെങ്കിൽ എങ്ങനെ, പർപ്പസ് ഓഫ് റെയറിങ്, എന്തിനാണ് വളർത്തുന്നത്, മുട്ടയ്ക്കാണോ ഇറച്ചിക്കാണോ അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ, തീറ്റ ചെലവ് എങ്ങനെയാണ്, ഉൽപ്പാദന ചെലവ് എങ്ങനെയാണ്, ലാഭമാണോ നഷ്ടമാണോ, വിപണനം എങ്ങനെയാണ്, എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇത് നിങ്ങൾ ഒരു ആക്ടിവിറ്റി ഫയലായിട്ട് ചെയ്യുക, എന്നിട്ടത് സൂക്ഷിച്ച് വെച്ചേക്കുക. നമുക്ക് രണ്ടാമത്തെ വർഷമൊക്കെ ആവശ്യമുള്ള പേപ്പേഴ്സാണ് ഇതൊക്കെ. ക്വസ്റ്റ്യൻസ് നോക്കാം. ഡാഷ് ഈസ് ദ ആൻസസ്റ്റർ ഓഫ് മോഡേൺ ചിക്കൻ. മോഡേൺ ചിക്കൻ്റെ പൂർവികർ ഡാഷ് ആണ്. ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ പൗൾട്രി ഇൻഡസ്ട്രി. ഇന്ത്യൻ പൗൾട്രി ഇൻഡസ്ട്രിയുടെ പിതാവ് എന്ന് കണക്കാക്കുന്നത് ആരെയാണ്? എക്സ്പാൻഡ് APEDA. APEDA വിപുലീകരിക്കുക. Enlist any 5 factors responsible for the growth of poultry industry in India. ഇന്ത്യയിൽ കോഴി വളർത്തൽ വ്യവസായം വളർച്ച നേടാനുള്ള ഏതെങ്കിലും 5 ഘടകങ്ങൾ എഴുതുക. ഇത് എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിനെ കാണിക്കുക. ഇത് ഒരു നോട്ട്ബുക്കിൽ എഴുതിയാൽ മതിയാവും. ആക്ടിവിറ്റി ഒരു ഫയലിൽ സൂക്ഷിച്ചു വയ്ക്കുക.